ഓതല്ലോ ബ്രാബിൻഷ്യ പറഞ്ഞ വാക്കുകൾ സത്യമാണോ? എന്താണ് നിനക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? ഡെസ്റ്റിമോണ, ഞാൻ അവളെ പ്രണയിച്ചതാണോ തെറ്റ്? യുദ്ധങ്ങളെയും യുദ്ധ കൂടാരങ്ങളെയും കുറിച്ച് മാത്രം അറിയാവുന്നയാളാണ് ഞാൻ ആ വിചാരങ്ങളോ ദുർമന്ത്രവാദങ്ങളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെസ്റ്റിമോണ തന്നെ പറയട്ടെ. ദയവായി അവളെ ഇവിടേക്ക് വിളിക്കുക. ഞാൻ തെറ്റുകാരനാണെന്ന് അവൾ പറയുകയാണെങ്കിൽ എനിക്ക് നൽകിയ പദവികൾ തിരിച്ചെടുത്ത് എന്നെ വധശിക്ഷയ്ക്ക് വിധിച്ചുകൊള്ളുക. എവിടെ ഡെസ്റ്റിമോണ? ലിയോണ, ആരെവിടെ? ലിയോണയെ വിളിക്കൂ. ലിയോണ, ആരെവിടെ? ലിയോണയെ വിളിക്കൂ. ലിയോണയെ വിളിക്കൂ. ലിയോണ അല്ല, ഇറങ്ങി പോടാം വിവരദോഷി. അല്ലോ എന്റെ കാരണം കൊണ്ട് ഒരു കുട്ടികളിന്റെ മുഖത്ത് നോക്കാതെയായി പണ്ടാറടങ്ങാൻ. നോക്കി ഒഴിക്കണം. നോക്കിയാ പിന്നെ എങ്ങനെ ഒഴിക്കും? കുഞ്ഞനെ നോക്കി വണ്ടി മാറ്റിയിട്ടെ ഹമ്മറാക്കിയല്ല. ഇവനെ മാറ്റാനോ? ഇതെന്റെ ചങ്കലട. കുഞ്ഞുമോൻ അതൊന്ന് പിടിച്ചേ. നിന്റെ ചെങ്കിന്റെ കഷ്ണേ ഒന്ന് അരച്ചാണ്ട് കഴിക്കേ. നന്നായിട്ട് ഒരച്ച് കഴിയാൻ. അളിയാ, കിട്ടിയടാ, ഫുൾ ഡീറ്റെയിൽസും കിട്ടി. ഓടാ, ഇത് ബ്രോ. ഇവനെ അവള് പഠിക്കുന്ന CKG കോളേജിലാ. അവളെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് പോന്നോട്ടെ. അവൾ ലിയോണ. അവൾ ലിയോണ. നിർത്തടാ, നിർത്ത്. എടാ, ഓള് കല്യാണം കഴിച്ചിട്ടില്ല. എല്ലാം വളരെ ക്ലിയറാ. ഓക്കിപ്പ ലൈൻ ഇല്ല, ലവർ ഇല്ല, ബോയ് ഫ്രണ്ട് ഇല്ല, അല്ലേ? എന്തിനേറെ പറയുന്നു, ഫേസ്ബുക്കിൽ ഒരു അക്കൗണ്ട് പോലും ഇല്ല. അല്ല, പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? അവളിപ്പോ ഡോക്ടർ ആവാൻ പഠിക്കുവാ. അപ്പൊ പണിയല്ല കുഞ്ഞോനെ, എനക്കാണെങ്കിൽ പണിയുമില്ല. CKG കോളേജിൽ എങ്ങനെയാടാ MBBS പഠിക്കുന്നത്? ഇതല്ലടാ, ഈ PhD ഡോക്ടർ. ഓ, PhD നമ്മുടെ ദാസേട്ടനെ കൊള്ള പോലെ. ഇതൊന്നും ഉണ്ടാകുന്നേങ്ങായി. കുഞ്ഞുമോനെ, ഞാനൊന്ന് പറയട്ടെ, കാര്യങ്ങളൊക്കെ എങ്ങനെയാണെങ്കിലേ നമുക്ക് ഒന്നുകൂടി ഒന്ന് ഓപ്പൺ ചെയ്താലോ? അപ്പൊ പണിയായി. ഈ PhD എന്നൊക്കെ പറഞ്ഞ ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ള ഗവേഷണോ? അത്രയ്ക്കൊക്കെ അങ്ങോട്ട് പഠിപ്പും വിവരമുള്ള ഒരാളോട് ഓളെ PhDക്ക് മുകളില് അവിയൽ വെക്കാനുള്ള പണം എന്റെ കയ്യിലുണ്ട് അല്ലേ? ഇനിയിപ്പോ ഒന്നും ആലോചിക്കാനല്ല, നമ്മളൊന്ന് ആഘോഷിക്കാം. വണ്ടി കയറി. അതെ, അവനെത്തിയല്ലോ. എന്താടാ രാവിലെ തന്നെ എല്ലാവരും വായനോട്ടം തുടങ്ങിയോ? നിനക്കെന്തോ പറയാണ്ടെന്ന് പറഞ്ഞല്ലോ. എന്താടി? എടാ, ഇപ്രാവശ്യം നിങ്ങളുടെ ഡാൻസ് ട്രൂപ്പില് ഞാനും ഉണ്ടടാ. നീ ഒന്ന് പോയേ. നീ ഒരു ഒറ്റൊരുകാരുണ്ടോ കഴിഞ്ഞ പ്രാവശ്യം പ്രോഗ്രാം കൊള്ളായത്? മോളെ, നീ ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് റോക്കാണ്. നിന്റെ ചെളിക്കുത്തും മാങ്ങ പറയുന്നു, ഇതിന് ശരിയാവില്ല. എടാ പ്ലീസ്. ഓക്കെ, നീ ശരിക്കും കളിച്ചില്ലെങ്കിൽ ഞാൻ കളിച്ചോളാം. ഏതാടാ അവള്? റിസർച്ച് സ്കോളറാടാ, PhD. ഓ, ഭയങ്കര ചാടയാ. അല്ല എന്നാമേ, കുഞ്ഞുമോൻ തിരിച്ചു പോകുന്നില്ലേ? നല്ലൊരു ബിസിനസ് ഉള്ളതല്ലേ, അത് കളയണോ? എന്നോട് ചോദിച്ചാൽ ഞാൻ എന്നാ പറയാനാ? ആകെയുള്ളൊരു മോനല്ലേ, നേരിട്ടങ്ങ് ചോദിക്ക്. അത് ശരിയാവില്ലടേ. അവൻ്റെ ചെറുപ്പത്തിൽ അവന് വേണ്ടി ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇപ്പം അവനൊരു നല്ല നിലയിലെത്തിയപ്പോൾ അവൻ എത്തിയല്ലോ.
തുറന്നു നോക്ക്. ഞാൻ മനസ്സ് വിചാരിച്ച ഫോൺ എന്നെ കൊണ്ടുവന്നല്ലോ അവൻ. ബാംഗ്ലൂരിലത്തെ കാര്യങ്ങളൊക്കെ ശരിക്കും നടക്കുന്നുണ്ടെന്ന് അന്വേഷിക്കുന്നുണ്ടോ മോനെ? അതെ, പുത്തൻ വീട്ടിലെ തങ്കമ്മ ഒന്നായിരുന്നു നിന്നെ ഒന്ന് കാണാൻ. അവര് ചോദിച്ചേ നിനക്കൊരു പെണ്ണ് കെട്ടണ്ടേന്ന്. തങ്കമ്മ ചേച്ചി പറഞ്ഞത് അവിടെ നിൽക്കട്ടെ. ഞാൻ പെണ്ണ് കെട്ടണമെന്ന് അമ്മച്ചിക്ക് ആഗ്രഹമുണ്ടോ? അതല്ലടാ, പിന്നെ തങ്കമ്മയുടെ ബന്ധത്തില് നല്ലൊരു പെൺകുട്ടിയുണ്ട്. അവളെ നമുക്കൊന്ന് പോയി കണ്ടാലോ? കാണാം. എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ, കുറച്ചുകൂടെ കഴിയട്ടെ. കുഞ്ഞുമോന് പ്രായം എത്രയെന്ന് വെച്ചിട്ടാ വല്ല ഓർമ്മയുണ്ടോ നിനക്ക്? മാമച്ചൻ എത്രാമത്തെ വയസ്സിലാണ് കിട്ടിയത്? 45-ാമത്തെ വയസ്സിൽ. എന്തായാലും എനിക്ക് അത്രയൊന്നും ആയില്ലല്ലോ. ഏത് മാമച്ചൻ? മാമച്ചൻ, വെള്ളിമൂങ്ങ സിനിമയിലെ മാമച്ചൻ. ഓ, ഇവന്റെ ഒരു കാര്യം. വെള്ളിമൂങ്ങ. ഒന്ന് പോടാ അവിടുന്ന്, ഇവന്റെ ഒരു തമാശ.